പ്രിയ വാർത്തയിലേക്കാണ്. തൃശൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങര അടിപ്പാതയുടെ സൈഡ് ഭിത്തി ഇടിഞ്ഞു. JCB ഉപയോഗിച്ച് അടിപ്പാതയുടെ ഭിത്തി ഉറപ്പിക്കുന്നതിനിടയിൽ JCBയുടെ കയ്യിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചതാണ് ഭിത്തി തകരുവാൻ കാരണം. അപകടത്തിൽ JCB ഓപ്പറേറ്റർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജീവനക്കാരനെ കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിൽ ഭിത്തിയുടെ പല സ്ലാബുകളും തെന്നിമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, മറ്റൊരു ദേശീയപാത അപകടം കൂടി സംഭവിക്കുന്നു. അടിപ്പാതയുടെ സൈഡ് ഭിത്തി ഇടിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ സംഭവം നടക്കുന്നത്. ചിറങ്ങര അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിന്റെ വശത്തുള്ള സർവീസ് റോഡിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. സർവീസ് റോഡിലെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം ഒറ്റ വരിയായിട്ടാണ് ഈ സർവീസ് റോഡിലൂടെ പോയിരുന്നത്. ഈ സമയത്താണ് ഈ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏകദേശം സർവീസ് റോഡിനോട് ചേർന്ന് 15 അടി ഉയരത്തോളം മുകളിലാണ് ഈ JCB ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മണ്ണിട്ട് നിർത്തുന്നത് കോൺക്രീറ്റ് ഭിത്തികൾ വെക്കുന്ന പ്രവൃത്തികളാണ് ഈ JCB ഉപയോഗിച്ച് നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് അതുവഴി വലിയൊരു കണ്ടെയ്നർ ലോറി വരുന്നത്. ഈ കണ്ടെയ്നർ ലോറിയുടെ മുകൾ ഭാഗം ഈ JCBയുടെ ബക്കറ്റിൽ തട്ടുകയായിരുന്നു. ആ തട്ടിയ സമയത്തുണ്ടായ ആ ഇളക്കത്തിന്റെ ഭാഗമായി ഈ JCB ഓപ്പറേറ്റർ മുകളിൽ നിന്നും താഴേക്ക് വീണു. അങ്ങനെയാണ് ആ തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ഇയാളെ കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചികിത്സയിൽ അദ്ദേഹം അവിടെ തുടരുകയാണ്. എന്തായാലും മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നു വരുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടി അവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കണ്ടെയ്നർ ലോറി വന്നാൽ പോലും ഈ JCBയുടെ ബക്കറ്റിൽ തട്ടുന്ന ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും ആ JCB ഓപ്പറേറ്റർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ അപകടം ഉണ്ടായതോടുകൂടി ദേശീയപാതയിൽ എറണാകുളം ഭാഗത്തേക്കുള്ള ഈ പാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ തട്ടിയ ഇളക്കം മൂലം ആ സർവീസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുള്ള കോൺക്രീറ്റ് ഭിത്തികൾക്ക് ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഉറപ്പിച്ചാൽ മാത്രമേ മുകളിൽ മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തി നടക്കുകയുള്ളൂ. എന്തായാലും ദേശീയപാത അധികൃതർ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിലാണ് ഇപ്പോൾ. ആ ഇളകിയ കോൺക്രീറ്റ് ഭിത്തികൾ കൃത്യമായി ഉറപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ഉറപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മണ്ണ് ഇടിയാൻ താഴേക്ക് വാഹനങ്ങളുടെ മുകളിലേക്കൊക്കെ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് ഉറപ്പിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയിലാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികൃതർ നടത്തി വരുന്നതെന്നുള്ളൊരു ആക്ഷേപമാണ് ഈ അപകടത്തോടുകൂടി ഉയർന്നിരിക്കുന്നത്. കാർത്തു. ശരി, ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ വീണ്ടും തൃശ്ശൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചിറങ്ങര അടിപ്പാതയുടെ സൈഡ് ഭിത്തിയാണ് ഇടിഞ്ഞിരിക്കുന്നത്. JCB ഉപയോഗിച്ച് അടിപ്പാതയുടെ ഭിത്തി ഉറപ്പിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.